ഹലോ. അപ്പം നമ്മളിന്നിപ്പോൾ നേരെ സൈൻ ലബാനിലേക്ക് പോവാണ് ട്ടോ. എന്താണെങ്കിലും അവിടുത്തെ നമ്മുടെ കുനാഫ ട്രീറ്റ് ഭയങ്കര കത്തി നിൽക്കുവാണല്ലോ. അപ്പം നമുക്കും അതൊന്ന് ട്രൈ ചെയ്യാം. നമ്മളത് ട്രൈ ചെയ്യാൻ വൈകിപ്പിച്ചതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ തിരക്കാണ് അവിടെ. ഒരു രക്ഷയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ ഒരു റഷ് കുറയട്ടെ എന്ന് നോക്കിയിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും ഭയങ്കര റഷാണ്. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടാണ് പോണത്. അങ്ങനെ ദേ നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലുലു മാളിൻ്റെ ജസ്റ്റ് സൈഡിൽ തന്നെയാണ് ഈ സൈൻ ലബാൻ എന്ന് പറഞ്ഞ ആ ഷോപ്പ്. അപ്പം നമ്മളിപ്പം നല്ല പൊരിഞ്ഞ മഴയാണ്. എന്നാലും വേണ്ടില്ല, നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളത് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ലുലു മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിലേക്കുള്ള ആ ഒരു സർവീസ് റോഡില്ലേ, ആ സർവീസ് റോഡിലേക്ക് കയറി നേരെ പോയി കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ കാണുന്നതാണ് കേട്ടോ സൈൻ ലബാൻ. അപ്പം നമ്മൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇല്ല ഗൈസ്, ഇന്നും നല്ല തിരക്കാണ്. എന്നാലും നമ്മൾ ക്യൂ നിന്നാണെങ്കിലും ഇന്ന് കഴിച്ചിട്ടേ നമ്മൾ പോരുള്ളൂ എന്ന് വിചാരിച്ചാണ് വരുന്നത് കേട്ടോ. ഇത്ര മഴയത്താണെങ്കിലും നല്ല തിരക്കാണ്. ഇതിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 12 PM ഓപ്പണിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ 12:30ക്കാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം 12:11 ആയപ്പോഴത്തേക്കാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല പോസ്റ്റ് ഉണ്ട്. ഏതാണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാണ് ഇവരുടെ മെനു കാർഡ്. എല്ലാം നല്ല രസമുണ്ട് കാണാൻ. ഏതായാലും നമ്മൾ ടോക്കൺ എടുത്തു. ടോക്കൺ നമ്പർ 9 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യും. നമുക്കിത് മേടിച്ചിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. എന്താണെങ്കിലും നീണ്ട 1 മണിക്കൂർ വെയിറ്റിങ്ങിനൊടുവിൽ നമ്മുടെ സാധനം പാക്ക് ചെയ്യാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഈ ടൈമിൽ തന്നെ അവിടെ ഓർഡർ നമ്പർ 45 വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പം അത്രയും റഷാണ് ഇപ്പോഴും സൈൻ ലബാനിൽ. അങ്ങനെ നമ്മുടെ സാധനം കിട്ടി. നമ്മുടെ സാധനം കൊണ്ട് നമ്മളിതാ ഒരു ഫുഡ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഓർഡർ ചെയ്തത് പിസ്താഷ്യോ പ്ലസ് ലോട്ടസ് ആണ് കേട്ടോ. അപ്പം നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളൊരു ഈവനിങ് ടൈമിലൊക്കെ ചെല്ലുവാണെങ്കിൽ നമുക്ക് അവരുടെ മെനു കാർഡിലുള്ള ബാക്കിയുള്ള ഐറ്റംസും ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് ആകെ പിസ്താഷ്യോയും പിന്നെ പിസ്താഷ്യോ ലോട്ടസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സാധനം കണ്ടാൽ തന്നെ അറിയാം കേട്ടോ, കലക്കൻ സാധനമാണെന്ന്. ഏതാണെങ്കിലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവർ ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ, ഏകദേശം 1.5 hours അത് ഇരിക്കുള്ളൂ എന്നും കൂടി പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പം മാക്സിമം ഡൈനിനാണ് നല്ലത്. ഇതിൻ്റെ ടേസ്റ്റ് വൈസ് ഒന്നും പറയാനില്ല, അടിപൊളി സാധനമാണേ. പക്ഷേ ഉണ്ടല്ലോ, അവസാനമാകുമ്പോഴത്തേക്കും ചീസ് ഉണ്ട്. ഞാനൊരു ചീസ് ലവർ അല്ലാത്തതുകൊണ്ടായിരിക്കാം അത് മാത്രം എനിക്ക് പറ്റിയില്ല. ബാക്കി ടോപ്പ് ലെയർ ഒന്നും പറയാനില്ല, അത്ര സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ടെംപ്റ്റിംഗ് ആവും വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട്. അതാണ് ഈ സാധനത്തിൻ്റെ ആ ഒരു റേഞ്ച്. എന്താണെങ്കിലും കൊള്ളാം, ഹൈപ്പിനൊത്ത തന്നെ സാധനമാണ്.